ഇതിപ്പോൾ യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജും കർണാടകയിൽ നടന്നിട്ടുള്ള ബുൾഡോസർ രാജും രണ്ടാണെന്ന് ഒരു കാരണവശാലും ആർക്കും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ ചേരിയൊഴിപ്പിക്കലുണ്ട്. അതല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ KC വേണുഗോപാലോ അവിടെ ചെന്ന് ആ ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് ഏറ്റിട്ടുള്ള മുറിവുണക്കാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. ഈ കുട്ടികളടക്കമുള്ള 186ഓളം കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടില്ലേ? കോൺഗ്രസ് ദേശീയ തലത്തിലൊക്കെ വലിയ നവോത്ഥാനം പ്രസംഗിക്കുന്ന ആളുകളല്ലേ? എന്തുകൊണ്ടാണ് കർണാടകയിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് വിദ്യാഭ്യാസം കൃത്യമായിട്ട് എത്തിക്കാൻ ഇവർക്ക് സാധിക്കാത്തത്? മതേതരത്വം പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത് നടന്നിട്ടുള്ളത്. KC വേണുഗോപാലിനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലമാണല്ലോ കർണാടക എന്ന് പറയുന്നത്. എന്താണ് കർണാടകയിലേക്ക് KC വേണുഗോപാൽ പോകാത്തത്? ഈ പടുതയൊക്കെ വലിച്ചു കെട്ടി അതിനകത്ത് കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയില്ല. അതും തണുപ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഈ പട്ടിണി പാവം പിടിച്ച 1000ഓളം ആളുകൾ എന്ത് പ്രതിഷേധം നടത്താനാണ്? നമസ്കാരം. കർണാടകയില് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ബുൾഡോസർ രാജ് സംവിധാനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ നടന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നടന്ന ബുൾഡോസർ രാജും കർണാടകയിലെ ബുൾഡോസർ രാജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് രണ്ടും സെയിം തന്നെയാണ്. കാരണം കൊടും ക്രൂരത എന്നല്ലാണ്ട് തന്നെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജും കർണാടകയിൽ നടന്നിട്ടുള്ള ബുൾഡോസർ രാജും രണ്ടാണെന്ന് ഒരു കാരണവശാലും ആർക്കും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പണ്ട് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ ചേരിയൊഴിപ്പിക്കലുണ്ട്. ആ ചേരിയൊഴിപ്പിക്കലിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അന്ന് പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും ഇന്നത്തെ പോലെ സജീവമല്ല. അങ്ങനെ സജീവമായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതകം നടന്ന ഒന്നായി മാറുമായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള ചേരിയൊഴിപ്പിക്കൽ എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. 186ഓളം വരുന്ന കുടുംബങ്ങളെ ഒരു രാത്രിയിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കങ്ങളും കൂടാതെ ബുൾഡോസർ കയറ്റി ഇടിച്ച് നിരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയല്ല. ഇത് കർണാടക ഭരിക്കുന്ന കർണാടകയിലെ കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതോ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നരനായാട്ടാണോ ഇത്? പിന്നെ അവിടെ KMCC ഒക്കെ അവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനാണ് കുട്ടികൾ 367ഓളം കുട്ടികൾ അവിടെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 367ഓളം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ തട്ടിരിക്കുന്ന ആ പേടിയെ ഭയത്തെയൊക്കെ മാറ്റിക്കളയാനായിട്ട് ഈ DK ശിവകുമാറിൻ്റെ സർക്കാരിനോ സിദ്ധാരാമയ്യയുടെ സർക്കാരിനോ സാധിക്കുമോ? അതല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ KC വേണുഗോപാലോ അവിടെ ചെന്ന് ആ ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് ഏറ്റിട്ടുള്ള മുറിവുണക്കാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ആളുകൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കർണാടകയിൽ നടന്നിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ക്രൂരതയ്ക്കെതിരെ എന്താണ് പ്രതിഷേധിക്കാത്തതെന്നാണ് ചോദിക്കാനുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? DK ശിവകുമാർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂരിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്താണ്? പോട്ടെ, കേരളത്തിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്താണ്? തണുത്തു വിറച്ചിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അവിടെ -സെൽഷ്യസിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുള്ളൊരു സമയത്ത് ഈ കുട്ടികളടക്കമുള്ള 186ഓളം കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടില്ലേ? അതിൽ 167 കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും അവിടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞില്ലേ? ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എത്രയോ ഡോക്യുമെന്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതിന് ആരെവിടെ നിന്നുണ്ടാക്കി കൊടുക്കും? ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അവർ ഇപ്പം തന്നെ ഒരുപാട് വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇതുപോലെ അവരുടെ ഡോക്യുമെന്റുകൾ കൂടി നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കൊടും ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കിയെന്നേ. കേരളത്തിലും സർക്കാർ ചേരികൾ ഒഴിപ്പിക്കാറുണ്ട്, കോളനികൾ ഒഴിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ലൈഫ് മിഷനിലൂടെ വീടുകൾ കൃത്യമായി പണിത് കൊടുത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയം പണി കഴിപ്പിച്ചതിന് ശേഷമാണ് ഒഴിപ്പിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ചിട്ട് പണമുള്ളവൻ രാജാവാണ്. കർണാടകയുടെ പൊളിറ്റിക്സും അതാണ്. കർണാടകയിൽ സാധാരണക്കാർക്കിടയിൽ നിന്ന് ഒരു നേതാവും ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കർണാടകയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് കർണാടകയിൽ സീറ്റ് കിട്ടുന്നത് കാശുള്ളവരാണ് അവിടെ സീറ്റ് കൊടുക്കുന്നത്. കാശുള്ളവരെ അവിടെ വിജയിക്കത്തുള്ളൂ. അവിടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കേരളത്തേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് താരതമ്യേന വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത്. ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവരുടെ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കണ്ട് നമ്മൾ പകച്ചു നിന്നു പോകും. കോൺഗ്രസ് ദേശീയ തലത്തിലൊക്കെ വലിയ നവോത്ഥാനം പ്രസംഗിക്കുന്ന ആളുകളല്ലേ? എന്തുകൊണ്ടാണ് കർണാടകയിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് വിദ്യാഭ്യാസം കൃത്യമായിട്ട് എത്തിക്കാൻ ഇവർക്ക് സാധിക്കാത്തത്? പണം കയക്കുന്ന ഒരു മരം മാത്രമാണ് ദേശീയ കോൺഗ്രസിന് കർണാടക എന്ന് പറയുന്നത്.
അവിടെ MLC-മാരും ഉണ്ട്, MLA-മാരും കൂടാതെ MLC-മാരും ഉണ്ട്. MLC-മാരൊക്കെ ആകാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന കോടികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് എന്നാണ് DK ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ബാംഗ്ലൂർ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കർണാടകയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ സർക്കാരിനെ കണ്ടെത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു സ്ഥലം തന്നെ വേണം എന്നിവർ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇന്നും നാളെയും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഈ വാർത്ത അങ്ങോട്ട് അവസാനിച്ചു പോകും. പെരുവഴിയിൽ ഇറങ്ങിയിട്ടുള്ള ഈ 167 186 വരുന്ന കുടുംബങ്ങൾ പെരുവഴിയിലായത് തന്നെയാണ്. ഇവരുടെ പുനരധിവാസം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഇതിനകത്തുണ്ടാവണം, അല്ലെങ്കിൽ BJP ദേശീയ ഘടകത്തിന്റെ ഇടപെടൽ ഉണ്ടാവണം. സംസ്ഥാന ഘടകം ശക്തമായ പ്രക്ഷോഭമായിട്ട് രംഗത്തേക്ക് വരണം. BJP അങ്ങനെ പ്രക്ഷോഭമായിട്ട് രംഗത്തേക്ക് വരും? അവർക്ക് പ്രക്ഷോഭമായിട്ട് രംഗത്തേക്ക് വരാൻ സാധിക്കത്തില്ല. കാരണം ഇത് മൈനോറിറ്റിയാണ്, മുസ്ലിം മൈനോറിറ്റിയുടെ താമസിക്കുന്ന ഇടമാണ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയാമോ? അവിടെ മുസ്ലിം മൈനോറിറ്റി മാത്രമല്ല ഉള്ളത്, മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളും ഉണ്ടെന്ന്. പക്ഷെ അവരൊക്കെ മനുഷ്യരല്ലേ? ഞാൻ പറയുന്നതാണ്, എല്ലാവരും മനുഷ്യരല്ലേ, മറ്റു മതസ്ഥരുണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പോലും ഒന്ന് ഭയക്കുന്നു. കോൺഗ്രസ് ഇത് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയണമെന്നേ. BJPക്ക് ഒരു കാരണവശാലും ഭൂരിപക്ഷം മുസ്ലിം മൈനോറിറ്റിയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് സമരത്തിനിറങ്ങാൻ വേണ്ടി സാധിക്കില്ല. ഇത് കൃത്യമായിട്ട് DK ശിവകുമാറിന് അറിയാം, സിദ്ധരാമയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവരിത് കാര്യം ചെയ്തിട്ടുള്ളത്. BJP ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഇടപെടത്തില്ല. അങ്ങനെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉൾഗ്രാമങ്ങളിൽ അത് BJPക്ക് തിരിച്ചടിയാവും. ഒരു പക്ഷേ BJP അങ്ങനെ ഒരു സമരവുമായിട്ട് രംഗത്ത് വരാൻ വേണ്ടിയിട്ടായിരിക്കാം DK ശിവകുമാർ ഇതുപോലത്തെ ഒരു നാടകം കളിച്ചിട്ടുണ്ടാവുക. വർഗീയതയുടെ, ജാതിയുടെ രാഷ്ട്രീയം നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് കർണാടക എന്ന് പറയുന്നത്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം അഴിമതി അതിന്റെ അങ്ങേയറ്റത്തേക്ക് പോയത് കൊണ്ട് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ തീരുമാനിച്ചതാണ് ഭരണം വേണ്ട എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഭരിക്കാൻ തന്നെ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതുപോലത്തെ ഉള്ളൊരു കൊടും ക്രൂരത കർണാടകയിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അപലപനീയമാണ്. ദേശീയ തലത്തിൽ തന്നെ അപലപിക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണിത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചപ്പോൾ DK ശിവകുമാർ പറഞ്ഞൊരു കാര്യം ഇതാണ്: മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് അതുകൊണ്ടാണ് ഇത് ഒഴിപ്പിച്ചത്, അവർക്കുള്ള പുനരധിവാസം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇത് എത്രത്തോളം പോസിബിൾ ആകും? അല്ലെങ്കിൽ ഈ ഒരു രാത്രിയും കൊണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ ആദ്യം അവിടേക്ക് മാറ്റിയതിന് ശേഷം വേണ്ടിയിരുന്നില്ലേ ഇങ്ങനെ ഒരു നടപടി എടുക്കുക? ഇതിപ്പോ ഞാൻ പറയട്ടെ, ഉരുൾപൊട്ടലോ പേമാരിയോ അല്ലെങ്കിൽ സുനാമിയോ ഒന്നും വന്നിട്ടല്ലല്ലോ ഈ വീടുകൾ തകർന്നു പോയിരിക്കുന്നത്. ഈ വീടുകൾ സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഇവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല. പക്ഷെ ചർച്ചകളിലൂടെ അത് പരിഹരിച്ച് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവാസത്തിന് വേണ്ടി മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. ഈ ബുൾഡോസർ കയറ്റി ഇവരുടെ വീടുകൾ തകർക്കുന്നതിന് മുമ്പ് ഇവർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇവരെ കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഒരുക്കണ്ടായിരുന്നോ? അതൊരുക്കിയിട്ടില്ലല്ലോ. ഒരു ഷെൽട്ടർ അവിടെ ഷെൽട്ടർ ഒരുക്കിയതിന് ശേഷമാണ് ഞങ്ങളിത് ബുൾഡോസർ വെച്ച് തകർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ DK ശിവകുമാറിന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഷെൽട്ടർ ഒരുക്കിയിട്ടില്ല. ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊച്ചുകുട്ടികളുമായിട്ട് അവർ പോയി താമസിക്കുന്ന അവിടെ വെച്ചാൽ സ്കൂളുകളിലാണ്. ഈ സ്കൂളുകളിൽ എത്ര ദിവസം ഇവർക്ക് താമസിക്കാൻ പറ്റും? ഇതുപോലെ തണുപ്പുള്ള സമയത്ത്, മഴ വരാൻ സാധ്യതയുള്ള ഒരു സമയത്ത് എത്ര ദിവസം ഇവർക്ക് താമസിക്കാൻ വേണ്ടി പറ്റും? മനുഷ്യാവകാശം പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത് നടന്നിട്ടുള്ളത്. മതേതരത്വം പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത് നടന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ ഇത് എത്രയെന്ന്. KC വേണുഗോപാലിനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലമാണല്ലോ കർണാടക എന്ന് പറയുന്നത്. എന്താണ് കർണാടകയിലേക്ക് KC വേണുഗോപാൽ പോകാത്തത്? എന്തുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കർണാടകയിലേക്ക് പോകാത്തത്? ഇതിനൊക്കെ അവിടെ പോയിട്ട് അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോയേക്കുമോ എന്ന ഭയമാണെന്ന് ഇവർക്കൊക്കെ. ഓരോ മനുഷ്യക്കുഞ്ഞും അവന്റെ ജാതി ഏതായിക്കൊള്ളട്ടെ, മതം ഏതായിക്കൊള്ളട്ടെ, നിറം ഏതായിക്കൊള്ളട്ടെ, ധരിക്കുന്ന ഡ്രസ്സ് ഏതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി ഏതായിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും ആ മനുഷ്യനൊരു മനുഷ്യനല്ലേ. അവരെ മനുഷ്യരായിട്ട് വേണ്ട കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. മറിച്ച് തങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന അതേ രക്തം തന്നെയല്ല ആ മനുഷ്യ കുഞ്ഞുങ്ങളുടെയും അവിടെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. അല്ലെങ്കിൽ തൻ്റെ കൈക്ക് മാത്രം ഒരു കുത്ത് കിട്ടിക്കഴിയുമ്പോൾ വേദന എടുക്കത്തുള്ളൂ, അവർക്ക് വേദന എടുക്കില്ലെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതോ ഇവർ മാത്രം ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച് മണിമാളികയിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് ഈ പാവങ്ങൾ ആ തെരുവിൽ കിടന്ന് തണുപ്പ് കൊണ്ട് എന്തൊരു ഭീകരമാണെന്ന്. ഇത് ഒരു ഭീകരവാദി ആക്രമണം നടക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ അക്രമമാണ് ഈ കർണാടക സർക്കാർ ഈ പാവം പിടിച്ച ആളുകളോട് ചെയ്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇതേ രീതിയിൽ അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ UP നോക്കിയിട്ട് കോൺഗ്രസിന് എന്താ പറയാൻ സാധിക്കുക? മണിപ്പൂരിനെ നോക്കിയിട്ട് കോൺഗ്രസിന് എന്താ പറയാൻ സാധിക്കുക? മണിപ്പൂരിൽ നടന്നതും ഇത് തന്നെയാണ്. മണിപ്പൂരും കർണാടകയും വലിയ വ്യത്യാസമൊന്നുമില്ല.
കർണാടകയിൽ ബുൾഡോസർ ഇറക്കിയെങ്കിൽ മണിപ്പൂർ തോക്കും കത്തിയുമായിട്ട് ആളുകൾ തെരുവിലിറങ്ങുക ചെയ്തത്. അത് മനസ്സിലാക്കണ്ടേ? അത് സർക്കാർ വല്ല ചെയ്തത്. രണ്ട് സമുദായങ്ങൾ തമ്മിലാണ് അവിടെ പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞതുപോലെ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം മനുഷ്യരോട് ചെയ്യാൻ പാടില്ലാത്തതാണ് കർണാടക സർക്കാർ അവിടെ ചെയ്തിട്ടുള്ളത്. ഒരു മിനിറ്റ് പോലും വൈകാൻ പാടുള്ളതല്ല ഈ പറയുന്നത്. കാരണം ഇവരെ വേറെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. ഈ പടുത അടിച്ച് ഇന്ന് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ, ദേശീയ വാർത്താമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവരൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പടുതയൊക്കെ വലിച്ചു കെട്ടി അതിനകത്ത് കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയില്ല. അതും തണുപ്പത്ത്. അവർക്കൊരു കമ്പിളിയെങ്കിലും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടേ? ഇനി ഇവരുടെ നശിപ്പിക്കപ്പെട്ടു പോയ പേഴ്സണൽ ഡോക്യുമെന്റ് ഒക്കെ എവിടുന്നുണ്ടാക്കി കൊടുക്കും? ഓൾറെഡി ഇപ്പം നമ്മൾ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞ SIR ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ മുസ്ലിം മൈനോറിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം മൈനോറിറ്റി മാത്രമല്ല, മൈനോറിറ്റീസ് മൊത്തം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഡോക്യുമെന്റുകൾ നശിപ്പിച്ച്, അവരുടെ സമ്പാദ്യം നശിപ്പിച്ച്, അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടതിന്റെ ഉത്തരവാദിത്വം കർണാടക സർക്കാരിനുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് വേറെ സ്ഥലങ്ങളും കണ്ടെത്താമായിരുന്നു. അതല്ല എങ്കിൽ ഇവർക്ക് ന്യായീകരിക്കാനും സാധിക്കുമായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടൊരു പാർപ്പിടം എവിടെയെങ്കിലും ഒരുക്കിയതിന് ശേഷം, സുരക്ഷിതമായ പാർപ്പിടം എവിടെയെങ്കിലും ഒരുക്കിയതിന് ശേഷമാണ് കർണാടക സർക്കാർ ഇത് ചെയ്തിരുന്നതെങ്കിൽ അതിനെ ന്യായീകരിക്കാമായിരുന്നു. ഇതങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ലല്ലോ. ഇവരെ പ്രതികരിക്കാൻ വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഈ പട്ടിണി പാവം പിടിച്ച 1000-ഓളം ആളുകൾ എന്ത് പ്രതിഷേധം നടത്താനാണ്? അവരൊക്കെ ജോലി ചെയ്ത് സമ്പാദിച്ചിരുന്ന അവരുടെ മുഴുവൻ സമ്പാദ്യം ആ വീടിനകത്താണ്. ഒരു ബാങ്കിൽ പോയിട്ട് അവർക്ക് പൈസ എടുക്കണമെങ്കിൽ അവരുടെ ATM കാർഡ് പോലും അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പാസ്ബുക്ക് അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരുടെ അക്കൗണ്ട് നമ്പർ പോലും ഇവർക്ക് ഓർമ്മയുണ്ടാവത്തില്ല. ഇവരുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ട, ഇലക്ഷൻ ID കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇവരുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇതൊക്കെ ഇനി എവിടെ നിന്ന് ഇവർക്കുണ്ടാക്കി ആരുണ്ടാക്കി കൊടുക്കും? ഇതിനു വേണ്ടിയിട്ട് ഇനി ഒരു സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരത്തില്ലേ? സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് തന്നെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്യാമ്പ് വെച്ചിട്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ഗവൺമെന്റ് ഡോക്യുമെന്റുകൾ അടിയന്തരമായിട്ട് തന്നെ ഇവർക്ക് നൽകാൻ വേണ്ടി തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു ഇടം കണ്ടെത്തി നൽകണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. അതല്ലാത്ത പക്ഷം മണിപ്പൂരും UPയിലും ഒക്കെ നടന്നിട്ടുള്ളതിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ.